പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കോട്ടയത്ത് നിന്നും ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു. മഴക്കാലമാണ്, റോഡൊക്കെ തെന്നിക്കിടക്കുകയാണ്. സാവധാനം പോവുക. നിയന്ത്രണം നഷ്ടപ്പെട്ടൊരു ബൈക്ക് ഇതാ നോക്കൂ. അത് തീർച്ചയായിട്ടും സ്ലിപ്പ് ചെയ്ത് പോയതാണ്. ബ്രേക്ക് ചെയ്തു, സ്കിഡ് ചെയ്തു. കൃത്യമായിട്ട് വന്ന് കയറുന്നതാണ്. ഇതാ നോക്കൂ, സ്കിഡ് ചെയ്തതാണ്. ആ വളവിൽ നല്ല റോഡാണ്. ആ റോഡ് മഴ പെയ്ത് തെന്നിക്കിടക്കുന്ന റോഡിൽ അല്പം സ്പീഡിൽ വന്നിട്ടുണ്ട്. ആ സ്പീഡിൽ തന്നെയാണ് വന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലുണ്ടായിരുന്നു. ഇപ്പുറത്ത് വണ്ടി കണ്ടു, പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, നേരെ സ്കിഡ് ചെയ്തു. വളവും സ്കിഡും കൂടിയായി. നിയന്ത്രണം നഷ്ടമായ ബൈക്ക് റോഡിൽ തെന്നി സ്വകാര്യ ബസ്സിനടിയിലേക്ക് മറിഞ്ഞ് യുവതിക്ക് ദാരുണാന്ത്യം. കോട്ടയം മണർക്കാട് ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. അയർക്കുന്നം സ്വദേശിനി ശ്രീദേവി മനോജാണ് മരിച്ചത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സഹോദരനാണ് വാഹനം ഓടിച്ചിരുന്നത്. തൊട്ടു പിന്നിൽ ഈ സഹോദരി ശ്രീദേവി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വന്നത്. ആ നോക്കൂ, കുറച്ച് സ്പീഡ് കൂടി. ആ വളവിൽ ഒരു കാരണവശാലും അത്രയും സ്പീഡിൽ വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഇതാ നോക്കൂ, മനസ്സിലാവും. നമ്മളൊക്കെ ഇങ്ങനെ എത്രയോ തവണ വീണിട്ടുണ്ട് ഈ വളവുള്ള റോഡുകളിൽ. പിടിച്ചാൽ നിയന്ത്രണം കിട്ടൂല. പ്രത്യേകിച്ച് മഴ പെയ്ത് തെന്നിക്കിടക്കുന്ന റോഡാണ്. അവിടെ നിന്ന് വരുമ്പോഴേ ഏകദേശം നിയന്ത്രണം വിട്ട പോലെയാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയും കൂടി കണ്ടപ്പോൾ പെട്ടെന്ന് ഭയമുണ്ടായി. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് സ്കിഡ് ചെയ്തിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ബൈക്ക് ഓടിച്ചിരുന്ന സഹോദരനെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഖിൽ, ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ബസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നത് കണ്ട് പെട്ടെന്ന് പാനിക്കായി ബ്രേക്ക് ചെയ്തതാവാം സ്കിഡ് ആവാനുള്ള കാരണം, അല്ലേ? നല്ല സ്പീഡിലായിരുന്നു ബൈക്ക്. തീർച്ചയായും അരുൺകുമാർ, വളരെ ദാരുണമായ സംഭവമാണ്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി മണർക്കാടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എതിർദിശയിലാണ് ബസ് വന്നിരുന്നത്. ഈ ബൈക്ക് മറുവശത്ത് കൂടി വരികയായിരുന്നു. പെട്ടെന്ന് ബസ്സിനെ കണ്ടതുകൊണ്ടൊന്നും വളവ് തിരിഞ്ഞ് വന്നുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ചു. പക്ഷേ ബ്രേക്ക് പിടിച്ചപ്പോൾ നിയന്ത്രണം കിട്ടിയില്ല. മഴ പെയ്തു. രാവിലെ മുതൽ രാത്രി മുതൽ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. റോഡ് മുഴുവൻ തെന്നിക്കിടക്കുകയായിരുന്നു. ബ്രേക്ക് പിടിച്ചതോടുകൂടി സ്കിഡാവുകയും ഈ വാഹനത്തിനടിയിലേക്ക് കയറുകയും ചെയ്തു. ശ്രീദേവിയുടെ ദേഹത്ത് വാഹനം കയറി ഇറങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും പക്ഷേ ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ്. സഹോദരന്റെ പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഒരു ജോലിക്കോ മറ്റോ രാവിലെ പോകുമ്പോഴാണ് എന്തായാലും ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വളരെ ദാരുണമായ സംഭവമാണ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ശ്രീദേവി മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സഹോദരന് പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ഈ അപകടം കാണുമ്പോൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബൈക്ക് ഓടിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ വളവുകളുള്ള ഭാഗത്ത് നല്ല റോഡുണ്ടാവും. ഒരു കാരണവശാലും ഒരു 40-50 മുകളിൽ കൂടുതൽ വേഗത്തിൽ പോകരുത്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യരുത്. സ്കിഡ് ആവാനുള്ള സാധ്യതയുണ്ട്.